ഹേ ഗൈസ്, അപ്പൂൻ്റെ പിറന്നാളാണ് ഇന്ന്. ഒരു കേക്ക് പറയാം. അപ്പോൾ പറഞ്ഞ പോലെ അപ്പൂൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മുറിച്ച കഥയാണ് ഇന്ന് കാണാൻ പോണത്. കേക്ക് കണ്ടിട്ട് ആരൊന്നും വിചാരിക്കാൻ കേട്ടോ, ഇവിടെ ഞാൻ മാത്രം കേക്ക് കഴിക്കുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഫുള്ള് മേടിച്ചിട്ട് ഇതിനെ വേസ്റ്റ് ആക്കണം വെച്ചിട്ടുണ്ട് ഒരു പീസിൽ ഒതുക്കിയത്. അങ്ങനെ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ താത്തയുടെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. കാര്യം ഇന്ന് ഫറമോളുടെ പിറന്നാളാണ്. അത് കഴിഞ്ഞ ഒരു പീസ് കൂടെ കഴിച്ചിട്ട് പോകാന്ന് വെച്ചിരിക്കുമ്പോൾ അപ്പോൾ ആണെങ്കിൽ സ്പൂൺ എടുത്തുകൊണ്ട് വന്ന ആ കേക്കിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ച് കണ്ടിട്ടോ വേണം വെച്ച് മുറിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ കിച്ചണിൽ ചെന്ന് നോക്കി ഇവിടെ ലോഡ് സിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് തുള്ളിച്ചായിട്ട് ഞങ്ങൾ അപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ താത്തയുടെ വീട്ടിലേക്ക്. വണ്ടി എടുത്ത വഴിക്കാണെങ്കിൽ അച്ഛൻ്റെ കാലം ഒറ്റ ഡേറ്റ്. അച്ഛൻ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും വേണ്ടിയില്ല, നല്ല വേന വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലണ കാര്യം ഇക്കോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ഛൻ ഞങ്ങളാണെങ്കിൽ പതുക്കെ കള്ളന്മാരെ പോലെ ഇങ്ങനെ പതുങ്ങി പോവാണ്. ഞങ്ങളെ പ്രതീക്ഷിക്കാതെ കണ്ടത് ഉണ്ണികളൊക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാൻ പറഞ്ഞു, ഞങ്ങൾ സ്റ്റെപ്പ് കയറുന്ന സമയത്താണ് കേക്ക് നൈസ് ആയിട്ടൊന്നും താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സൈഡ് ഇല്ല കേക്കിന്. ഇപ്പോൾ അത് സാറില്ലാന്ന് വെച്ചിട്ട് ഇക്കടെ കേക്ക് കൊടുത്ത് ഞങ്ങൾ ഇത് ക്യാൻഡിലും വെച്ച് കേക്ക് കട്ടിയാൻ നിൽക്കാൻ കേട്ടോ. അങ്ങനെ 2 കേക്ക് മുറിച്ച് ഉണ്ണികൾക്ക് കൊടുത്ത് പിന്നെ താഴൾക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അതാണ് ഉണ്ണിക്കും കൂടെ എല്ലാം ഒപ്പത്തിനൊപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു പീസ് കേക്ക് കിട്ടി. പിന്നീട് അനുസരിച്ച് നോക്കുമ്പോൾ ഉണ്ണികൾ കേക്ക് കിട്ടിയാൻ സന്തോഷമുണ്ട്. അവരിത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് മെഡലൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നോക്കുമ്പോൾ ഒരാളത് പിറന്നാളെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് കാണിച്ചിട്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഫൈസും വന്നിട്ട് എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ജാതി പഠിപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടാണെന്നായിരിക്കും. ബൈ ബൈ, സീ യു.